വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് സ്വീകരിക്കണമോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് ക്രിസ്ത്യൻ വിസ്ഡം. നിങ്ങൾക്കറിയാം, വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല, വളരെ ചെറിയ കാര്യങ്ങളാണ്. അത് സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചില സത്യങ്ങളും ചില പ്രാക്ടിക്കലി ചില കാര്യങ്ങളുമാണ്. അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ആളുകളുടെ സംശയം, ഈ വിശ്വാസപരമായ വിഷയങ്ങളെക്കാൾ ഉപരിയായി. അതിലൊന്നാണ് ഈ പറയുന്ന ചോദ്യം: വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് സ്വീകരിക്കണമോ? നമുക്കറിയാം, നമ്മളെല്ലാവരും കുർബാന അനുഭവിക്കുന്നവരാണ്. 3 രീതിയിലാണ് കുർബാന അനുഭവിക്കുന്നതിന്റെ രീതി. ഒന്ന്, പട്ടം കിട്ടിയ വൈദികരായിട്ടുള്ളവര് കുർബാന ചൊല്ലുന്നില്ലെങ്കിലും അവിടെ നിൽക്കുന്ന വൈദികർ ദർഗായിൽ കയറി നിന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. വിശ്വാസികളായ ജനങ്ങൾ 2 രീതിയിലാണ്. ഒന്ന്, മദ്ബഹായിൽ കയറുന്ന ശുശ്രൂഷകർ മദ്ബഹായിൽ വെച്ചും, മദ്ബഹായിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷയ്ക്ക് കൂടാത്തവരായിട്ടുള്ളവര് താഴെ വെച്ചും അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സംശയം ഇതാണ്: വൈദികരല്ലാത്തവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് സ്വീകരിക്കണമോ വേണ്ടായോ? വളരെ സിമ്പിളായി അതിന് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ അങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ചിലര് മുട്ടുകുത്തി നിന്ന് സ്വീകരിക്കാൻ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ മുട്ടുകുത്താതെ നിന്ന് സ്വീകരിക്കാനുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, ഞാൻ അങ്ങനെ പറയാൻ എനിക്ക് കഴിയുള്ളൂ, എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് മുട്ടുകുത്തരുത് എന്ന് തന്നെയാണ്. മുട്ടുകുത്തുന്ന ദാസ്യരൂപമാണ്. അതുകൊണ്ട് ആ ദാസ്യരൂപം നമുക്ക് വേണ്ട. ക്രിസ്തുവിനെ ഉള്ളിൽ കൊള്ളുന്നത് തൻ്റെ ഏകജാതന്റെ സഹോദരങ്ങളായി പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് മുട്ടുകുത്തി നിന്ന് സ്വീകരിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഗുരുക്കന്മാരെല്ലാം നൽകിയിട്ടുള്ളത്. വൈദിക സെമിനാരിയിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഞാനൊരു തിരുമേനിയുടെ കൂടോ ആശ്രമത്തിലോ ഒന്നും പോയി നിന്നൊരു ശീലം എനിക്കില്ല. ഒരു ആശ്രമത്തിൽ ഇടയ്ക്ക് പോകുമായിരുന്നുള്ളതിലുപരി അവിടെ താമസിക്കുകയോ അല്ലെങ്കിൽ അരമനകളിൽ താമസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എന്നതല്ല. വൈദിക സെമിനാരിയിൽ ഞാൻ കുർബാന കൊണ്ടിട്ടുള്ളതെല്ലാം മുട്ടുകുത്തിയിട്ടല്ല. ഇനി നമുക്ക് നമ്മുടെ സാധാരണ തലത്തിലേക്കൊന്ന് വരാം. ഒരു വൈദികൻ, ഇപ്പം എൻ്റെ അത്രയും നീളം ഒന്ന് കൂട്ടിക്കും, 5.25 അടി അല്ലെങ്കിൽ 6 അടി എന്ന് കൂട്ടിക്കും. 6 അടി നീളമുള്ള ഒരു വൈദികൻ 1 അടി ഉയരമുള്ള ഒരു സ്റ്റെപ്പിന്റെ മണ്ടയ്ക്ക് അല്ലെ 1/2 അടി ഉയരമുള്ള ഒരു സ്റ്റെപ്പിന്റെ മണ്ടയ്ക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 6.5 അടി ഉയരമാവും. 6.5 അടി ഉയരമുള്ള വ്യക്തിയുടെ അടുക്കൽ വന്ന് 4 അടിയോ 5 അടിയോ 6 അടിയോ നീളമുള്ള ആളുകൾ മുട്ടുകുത്തി നിന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ആ വൈദികൻ എത്രത്തോളം കുനിയണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു 500 പേർക്ക് വേണ്ട, ഒരു 10-20 പേർക്ക് കുർബാന കൊടുക്കണമെങ്കിൽ എങ്ങനെ സാധ്യമാവും എന്ന് ആലോചിച്ച് നോക്കിയേ. പലപ്പോഴും ചില ആളുകളുണ്ട് വന്നിട്ട് കാലേ വളഞ്ഞു നിൽക്കും. എന്തിനീ കാലേ വളയുന്നതെന്നും എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന കാസയായിരുന്നാലും പീലാസയായിരുന്നാലും നിങ്ങളുടെ വായുടെ നേരെ വരണം. നിങ്ങൾ ഉയരം കൂടിയ ആളുകളാണെങ്കിൽ നിങ്ങൾ നേരെ നിന്നാൽ മേളോട്ട് കൊണ്ടുവരണം. നിങ്ങൾ താഴെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കാസയും പീലാസയും ലെവൽ ഇച്ചിലൂടെ താക്കണം. ഇത് രണ്ടുമല്ലാതെ നീളോട്ട് ഇല്ലതാനും അയാൾ പിന്നെയും കാല് കളയാൻ പോലെ എങ്ങനെ ഇരിക്കും? എന്ത് ചെയ്യുമ്പോൾ ഒത്തിരി താഴെ കൊണ്ടുവന്നു. അപ്പൊ മുട്ടുകുത്തി നിന്ന് കുർബാന അനുഭവിക്കുന്ന ഒരു ശീലം നമ്മുടേതല്ല, വേറെ ഏതെങ്കിലും സഭയുടേതാണ്. അപ്പൊ വേറെ ഏതെങ്കിലും സഭയിൽ വന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ പറയണ്ട, വിലക്കേണ്ട വൈദികർ അത് വിലക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്നാ വേണം? ഈ പലപ്പോഴും നമ്മൾ ശത്രുക്കളെ നേടുന്നത് എപ്പോഴാ? ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേ ശത്രുക്കളെ നേടുന്നത്. ആ ശത്രുത ഇല്ലാതാക്കാൻ വേണ്ടി അവർ എന്തോന്ന് വെച്ചാൽ ചെയ്യട്ടെന്നേ, കുർബാന അനുഭവിച്ചാൽ മതിയല്ലോ ചില വൈദികർ തീരുമാനിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എത്രമാത്രം പ്രതിസന്ധിയാണ്. ഇപ്പൊ എല്ലാ പള്ളികളിൽ ചെല്ലുമ്പോഴും ഈ കാല് വളഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്പോൾ കുർബാന അനുഭവിക്കാൻ പോയാലും കുർബാനയുടെ ഒരു അംശം പോലും താഴെ പോകാത്ത രീതിയിൽ വിശുദ്ധ കുർബാന അനുഭവിക്കില്ല നമ്മുടെ ദൗത്യം. അതുകൊണ്ട് കുർബാന എടുക്കുന്ന അച്ഛന്റെ ഉയരത്തിന് ചേർന്ന് കാസായും വിലാസായും എൻ്റെ വായുടെ നേരെ വരത്തക്ക രീതിയിൽ നമ്മുടെ ഉയരം ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെയായി തീരുമ്പോൾ വളരെ ശാന്തമായി കുർബാന കൊടുക്കാനായിട്ട് പലപ്പോഴും നമുക്ക്, നിങ്ങൾ വിചാരിക്കുന്ന ഒരു നിസ്സാര കാര്യമല്ല. ഒന്നാമത് കയ്യിലിരിക്കുന്ന കർത്താവിന് തിരിച്ച രക്തമാണ്, അതിനെക്കുറിച്ചുള്ള പേടി വല്ലാണ്ട് കൂടിയിരിക്കുക. രണ്ടാമത് ഇത് ഇത്രയും നേരം നിന്ന് ആളുകൾ കൊടുക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണമുണ്ട്.
3 പല ആളുകൾ പല രീതിയിലാണ്. ചിലർ ഇങ്ങോട്ട് തിരിയിക്കും, ചിലർ അങ്ങോട്ട് തിരിയിക്കും, ചിലർ മേലോട്ട് നോക്കും, ചിലർ വാ തുറന്ന് നമ്മുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ തക്കവണ്ണം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ വരാമെങ്കിൽ ആ വൈദികൻ അത്രയും സ്ട്രെസ് കുറയും. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് താഴെ വീണാൽ വൈദ്യൻ മുട്ടുമേൽ നിന്ന് എടുക്കണമെന്നൊക്കെയാ. അത് വലിയ പ്രതിസന്ധിയാണ്. അപ്പം അതുകൊണ്ട് അത് ചെയ്യുന്ന സമയത്ത് വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പം കൃത്യമായി വായൊന്ന് പൊള്ളിച്ചു കൊടുക്കുക. മുട്ടുമേൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഉയരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട്. നിങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങൾ ഇതുപോലെ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് മനസ്സിലാകുന്നത്. ആ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകാനായിട്ട് സാധിക്കും. വീഡിയോയുടെ താഴെ കമന്റ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ നമ്പറിലേക്ക് ചോദിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.